പോന്നാ ഇതാണ് നല്ല നാട്ടിലെ പായി മുന്തിറിയ ഗോൾഫ് ബോൾ കൊണ്ടുക്കേണ്ട വേദനയാവ അടുപ്പ് സ്പൈസസ് ഇതാണ് അടുപ്പിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്. ഞങ്ങളൊന്ന് ചുമ്മാ ബീച്ചിലൊക്കെ പോയി നോക്കുന്നു ഗൈസ്. ഓക്കെ, ചായ ഉണ്ടാക്കാൻ വെള്ളം, വളം, പിന്നെ മിൽക്ക് ബോട്ടിൽ മേടിക്കാം. പാല് ടൈറ്റ് ചെയ്തിക്കാ. ആ ഗോൾഫ് ബോൾ ഇതെന്നാ കാണിക്കേ പറ. ഇത് ചായപ്പൊടിയാ? എന്തിനുള്ള ചായ ഉണ്ടാക്കണ? ഐസുവിന് ബൂസ്റ്റ് അല്ലേ ഇഷ്ടോ? അവനോട് ബൂസ്റ്റ് ഷുഗറടുത്ത് പോയിട്ട് പോയ പോലെ തിരിച്ചിങ്ങ് വരുമെന്ന് അറിയില്ല. എന്റെ തലക്കാണി, എന്റെ ചെറിയ പിലോട്ട് പുതപ്പ് എടുത്തു, പുതപ്പ് മടക്കി വെച്ചേക്ക്. ഞാൻ ബീച്ചിൽ കിടന്നുറങ്ങുന്നു. ഹലോ സാറ്, അങ്ങനെ വണ്ടീൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഐസുവിൻ്റെ 2 സൈക്കിള്, സ്കൂട്ടർ, എൻ്റെ ക്രിക്കറ്റ് ബാറ്റ്. ഫുഡ് ഉണ്ടാക്കും പോന്ന് ഇല്ല അരിയത് വെച്ചു. സാധനം വെച്ച് പോകുന്നുണ്ട്, പോയ പോലെ തിരിച്ചിങ്ങ് പോലും. അല്ല ലെറ്റ് സീ. ഇത് മുന്നിൽ വെച്ചാണ് മുന്നിൽ വെച്ച. അങ്ങനെ കോർണേഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോർണേഷിലെ ബീച്ചിലാണ് പോകുന്നത്. ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് എൻ്റർ ചെയ്യാണ്. രാവിലെ തന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എങ്കിലും അവിടെ അങ്ങനെ തട്ടിക്കൂട്ടി ആഗ്രഹമുണ്ട്. ഞങ്ങളങ്ങനെ ബീച്ചിൽ ടെൻ്റ് അടിക്കാൻ വിചാരിച്ചു. പിന്നെ കോർണേഷിലാണുള്ളത്. അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഗോൾഫ് കളിക്കണം എന്നുള്ള വിചാരിക്കുന്നത്. ഗോൾഫിൻ്റെ ബോൾ എടുത്ത് വയസ്സു അടുത്ത് കളിക്കാറ് ഹിറ്റാവുക, നല്ല പെയിനായിരിക്കും. ചായ വെക്കാം സിബി. അതേ ചായ കുടിക്കാനായിട്ട് ആകെ ബ്ലോഗ് എടുക്കുമല്ലോ വന്നേ. ഇതാണ് സംഭവം. നമ്മളുടെ അടുത്തുള്ളത് ബിയറുണ്ട്, ബൽദാന മിൽക്ക് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, അടുപ്പുണ്ട്, പിലോ ഉണ്ട്. തലക്കാണി എടുത്ത് എന്തിനാ, കിടക്കാൻ പറ്റൂലല്ലോ. ചെയറുണ്ട്, ചിപ്സ് പൊട്ടിക്കുന്ന ഐസോ. എൻ്റെ ചിപ്സാ അത്, ചെപ്പെല്ലാം മൂവിയാലോ. അവിടെ ഗിമ്മി സം പീസ്. നല്ല വൈബ് കേട്ടോ, അല്ല നല്ല കാലാവസ്ഥ, മൈൻഡെല്ലാം റിഫ്രഷ് ആയി. ഐസ് സൈക്കിൾ ഓടിച്ചു. ഐസ് സ്വിമ്മ് ചെയ്യണേ. മൈനല്ല ഗിമ്മി. ഇവിടുത്തെ മൈനകളെല്ലാം ഇവിടുത്തെ സർക്കാർ പിടിച്ചിട്ട് കൂട്ടിലിട്ട് അടച്ച്. ഇവിടുത്തെ ആവാസ വ്യവസ്ഥയോ എല്ലാണ്ട് ബാക്കി പുഴുക്കളെല്ലാം തിന്നിട്ട് 6000-ഓളം. പണ്ടെല്ലാം ഓഫീസിന്റെ മുന്നിലെല്ലാം ഫുള്ള് മൈനയല്ലേ, കാണല്ലേ. ഇപ്പൊ ഒന്നുമില്ലല്ലോ. ബീറിങ് എടുത്താ ബീർ അത് ആൽക്കഹോൾ ഇല്ലാത്ത ബീറാണ്, അടിപൊളിയാണ് സംഭവം. ഇത് കുടിക്കുന്നതാണ്. ഇത് ദുബായിൻ്റെ ആയിരുന്നു, ദുബായിലായിട്ട് നിർത്തിയരം വല്ലാതെ മിസ് ചെയ്ത സാധനമാണിത്. ഷിപ്പും വീണ്ടും തിരിച്ചു വന്നു. ബ്ലോക്കേജ് വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു അവിടെ. ചായ ഉണ്ടാക്കി. ആഹാ, നല്ല ഗ്യാസ്. പക്ഷെ പൊട്ടിക്കുന്ന സൗണ്ട് കിട്ടിയില്ല ലസ്ബി. നാളെ വേറെ നിൽക്കുന്ന എന്നാ മൈക്കിറക്ക്. ബീറുകൾക്ക് ബീറ് നല്ല ബീറെല്ലാം കുടിച്ചോ. ജുമ്മിയൊന്നും കാണണ്ട, ഉള്ള ആൽക്കഹോളിക് ബീറെല്ലാം കുടിക്കുന്നു. നിങ്ങൾ എങ്ങനെയാ ഇപ്പം എസ് ബി? വെരി നോക്കിയാ. ഐസോ ചിപ്സ് അടിപൊളിയാ. ഞാൻ പറയാസ് ബി മിൽക്ക് കുടിക്കുന്ന ഐസോ. ബൽത്താന എൻ്റെ മിൽക്ക് ഒളിച്ചു കൊടുക്കുക എസ് ബി. ബീറിങ് തന്നേക്കോണം, ഇത്ര കുടിച്ചാൽ മതി.
ആ ഒരു സിപ്പും കൂടി കുടിച്ചു. ഇത് ഇങ്ങോട്ട് കാണിച്ചാ മിൽക്ക്. വെയിലത്ത് പോയിരുന്നാലോ? വെയിലത്ത് പോയിരുന്നു. ഭയങ്കര തണുപ്പ്. അങ്ങോട്ടെല്ലാം പോയിട്ട് വീട് ഡബിൾ ഡോക്ടർ ബസ് വന്നു ഗൈസ്. കോർണേജാണ്. കോർണേജ് നല്ല വൈബാണ്. കോർണേജിൽ ഇങ്ങനെ ഇരിക്കുക, ബീച്ചിലിരുന്ന് കാറ്റ് കൊള്ളാം, അടിപൊളി വൈബ്. ചിപ്സ് തിന്നാണ് ഗൈസ്, മിൽക്ക് കുടിക്കുകയാണ് ഗൈസ്. ആഹാ പൊളിയാണല്ലോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു മനുഷ്യനാണ് ഞാൻ. ആ ാണ് സ്ഥലം കൊർണീഷ്. പൊളി വൈബാണ് ഗൈസ്. കുറേ ആൾ ഫിഷിങ് ചെയ്യുന്നുണ്ട്. ഒക്കെ പോയി ഇരിക്കാം. പക്ഷേ ചൂട്. കുറേ ഫാമിലീസ് ഉണ്ട് ഇവിടെ വ്ളോഗ് ചെയ്യാനും പിടിക്കാനൊക്കെ. ഇഷ്ടംമാതിരി വണ്ടിയുണ്ട്. ഇവിടെ കുറച്ച് വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾ ചോലത്ത് മാറിയിരുന്നതാണ്, തണലത്തോട്ട് മാറിയിരുന്നതാണ്. അതാണ് സംഭവം. അവിടെ എല്ലാം ഫിഷ് ചെയ്യുന്നതാണ് കേട്ടൊക്കെ. ഫുൾ ഫിഷിങ് വൈബാണത്. ഇവിടെ നീല റേഞ്ച് റോവർ. പറവകൾ പറക്കുകയാണ് ഗൈസ്. എൻ്റെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോവാണ്. ഇത് എൻ്റെ ഓഫീസില്ലേ, എൻ്റെ ഓഫീസിൻ്റെ നേരെ ഒറീഡോ ബിൽഡിങ് കഴിഞ്ഞ പാട് ഹിൽട്ടൻ്റെ റൈറ്റ് എടുത്ത് കുറച്ച് മുന്നോട്ട് വരിക. ആ ഫ്രീ റൈറ്റ് കയറിയാൽ മതി. ഇവിടെ തന്നെ ആ ഒറീഡോ ഹിൽട്ടണ് അതിൻ്റെ നേരെ ചോട്ടിൽ. ഇതാണ് സംഭവം. ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. മോളുണ്ട്, ഫുൾ വൈബാ. ബാക്കിയെല്ലാം കടലിനോട് ചേർന്നിട്ടുള്ള സംഭവം. പക്ഷികളുണ്ട് ഗൈസ്. ഇതാണ് ഹിൽട്ടൺ ഹോട്ടൽ. ഇവിടെ മുന്നേ സ്റ്റേക്കേഷൻ ചെയ്തിരുന്നു. അടിപൊളി ബ്രോ. നല്ല കല്ലുണ്ട് ഇവിടെ. പാറ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാ, എന്നിട്ട് പെയിൻ്റ് അടിച്ചതാ. വൈബാ. നല്ല ബോട്ട്, ജെറ്റ് സ്കി ഒക്കെ ഉണ്ട്. സ്പീഡ് ബോട്ടിങ് അതാ. നല്ല കാറ്റില്ല. അടുപ്പെടുത്ത് വെക്ക്. ഗ്യാസ് ഇടണ്ടേ? ദുബായി പോകുന്നെന്താ ഇഞ്ചെ ക്യാൻസലാക്കിയ? ഓ ഇതാണ് ഗ്യാസ് ഫിറ്റ് ചെയ്യുക ഗൈസ്. ഗ്യാസ് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അത് ഇത് പൊന്തിക്ക് ഈ സാധനം ബീഫ് അത് പൊന്തിക്കും. പറക്കുന്ന ജെറ്റ് സ്കി ഗൈസ്. അവിടെ പോയാൽ നമുക്ക് എടുക്കട്ടാ. ക്ലാപ്പിന്നാ കത്തിക്കണ്ടേ തിരിച്ച ആക്കണ്ട ഐസു. മറ്റേത് ഇതിരിക്കും. തീപ്പെട്ടി എടുത്ത് കത്തിയാ. ഇവിടുന്ന് തീയെല്ലാം കൊടുക്ക. പോലീസ് ഒന്ന് പിടിക്കുവോ അറിയല്ല. അതങ്ങനെ കത്തി തീ കത്തി ഗായ്സ്. കാറ്റുള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. ഇടി കത്തുവോ? ബൂസ്റ്റാ അതില്ല, എന്തോ പേപ്പർ കടലാസട്ടെ കഴിക്കില്ലേ. ഇതാ ഇതാ ഇവിടെ 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 അപ്പുറത്തെ സൈഡില് പെട്ടിന്ന് എങ്ങനെയാ അതാവുക? അങ്ങ് മറിച്ചുകളെ കയറ്റി. ഐസ് ഉണ്ടാക്കുന്ന ബൂസ്റ്റ് നോക്കാം ഐസു. അങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് ഗൈസ്. ബൂസ്റ്റ് ഐസോ
ഐസ് ഉണ്ടാക്കുന്ന ബൂസ്റ്റേ ബൂസ്റ്റിന്റെ പൊടിയല്ലേ ഡസ്ബി ഇങ്ങനെ ഒയപ്പിക്കളിക്കല്ല വീഡിയോ എടുക്കുന്ന സ്ലോ ആക്കല്ല താഴെക്കൂടി ബോട്ട് പോകുന്നുണ്ട് മേലെക്കൂടി ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഐസോ അതെന്നാ ആളെന്നാ പറയാ ഐസോ ഫണ്ട് ഫ്ലൈറ്റ് പോകുമ്പോ റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതാ പോകുന്നു ആ ഫ്ലൈറ്റ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അത് വീണിക്കുണ്ട് കുറേ എന്തെങ്കിലും കിട്ടൂലേനോ ഇങ്ങനെല്ലാം ഞാൻ വിചാരിക്കല് ദ ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് അങ്ങനെ പാല് പതക്കുകയാണ് ഗൈസ് കത്തുന്നുണ്ട് ഐസു പറ നീയല്ല കുക്ക് ചെയ്യുന്ന വ്ളോഗ് ചെയ്യുന്ന അല്ല ഇട് ബനാന ബലൂൺ അതാ നീ കുളിക്കുവാ ഇല്ല ഐസു കുളിക്കണ്ട കേട്ടാ നല്ല തണുപ്പായിരിക്കും പാല് പതക്കുന്നുണ്ട തീണ്ടാ തീണ്ടോ നല്ല തീയുണ്ട് ഗൈസ് തീ കത്തുന്ന കാണുന്നില്ല അതാണ് സംഭവം എൻ്റെ കടൽക്കരയിൽ നിന്നും ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് ബൂസ്റ്റിന്റെ പൊടി ഡസ്ബി ഇവിടെ നല്ല തിളക്കട്ടെ പോയി നോക്ക് ബലൂണ് പോയിപ്പോയാ ബലൂണ് ഗൈസ് പാല് പതക്കുന്ന് എനിക്ക് ഓറഞ്ച് കളറായിരുന്നു തൽക്കാലം അതിട്ട് ഇത് ഇപ്പൊ ബൂസ്റ്റ് മറിയോ ബൂസ്റ്റ് അങ്ങനെയൊന്നല്ല അതിൽ തന്നെ ഇട്ടോട്ടെ അതിലിടുമ്പോ രസോ ടേസ്റ്റ് നോക്കുന്ന കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കുന്നു ഷുഗർ ഇടുന്ന ഐസോന്റെ ബൂസ്റ്റ് ആണ് ഗൈസ് ഷുഗർ ഇടറോ ഷുഗർ മതിയാ ഐസു കുറച്ച് ബൂസ്റ്റ് റെസിപ്പി കൈമല്ലേ ഇതെല്ലാം ഞങ്ങളെ നൊസ്റ്റാൾജിയ താടുന്നു കുറച്ച് ഗൈസ് ഇതിങ്ങനെ യമ്മി ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എൻ്റെ സച്ചിൻ്റെ വീഡിയോസ് കണ്ട് വളർന്നതാണ് ഗൈസ് നമ്മൾ സ്പി അങ്ങനെ വയ്ക്കല്ല നല്ല അടിപൊളിയിൽ വയ്ക്കും വീഡിയോ വൈഡായിട്ട് വയ്ക്കും ഒന്നുകൂടെ കാറ്റിട്ടുള്ള അങ്ങനെ ഞങ്ങൾ ചായ ഉണ്ടാക്കുകയാണ് ഗൈസ് നല്ല കടൽ തീരുന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ് ഐസോ പണ്ട് ഞങ്ങൾ ബലൂൺ വെച്ചിട്ട് സൈക്കിളിൻ്റെ മുകളിലൊരു സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു അത് കാണിച്ചിട്ട് എനിക്ക് സൈക്കിൾ ഓടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്ന കാണിച്ചെന്നാ പക്ഷെ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാലും നോക്കാം ട്രൈ ചെയ്യാം ഓക്കെ ഗൈസ് തുമ്മം വരുന്നുണ്ടോ ഞങ്ങളെ ചായ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ബൂസ്റ്റ് എടുത്ത് ബൂസ്റ്റ് കുടിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പൊള്ളുന്നുണ്ടാ തണിഞ്ഞിട്ടുണ്ടാവും നല്ല കാട്ടല്ലേ നൂഡിൽസ് ആക്കി തരുമ്പോൾ ഗൈസു ഉമ്മാക്ക് റെസ്റ്റ് കൊടുക്കണ്ട ആസ്വദിക്കണ്ട കുക്ക് ചെയ്തിട്ട് ഇപ്പോൾ പണ്ട് ഉണ്ടല്ലോ ഐസോ ബൈക്കിൻ്റെ മുകളിൽ ബുള്ളറ്റിൻ്റെ സൗണ്ട് ആക്കുവാനും അതെങ്ങനെയാണെന്ന് കാണിച്ചിട്ടേ ബലൂണ് തടിപ്പിക്കാം തടിക്കുന്നില്ലല്ലോ ബലൂണ് തടിപ്പിക്കുക ബലൂൺ ഇങ്ങനെ കെട്ടു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആക്കണം ഇതിൻ്റെ അടി പക്ഷെ അതിന് വേറെ സാധനം ഉണ്ടാവില്ല ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കുറച്ച് ബലുതായി പോയി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കുറച്ചും കൂടി കാറ്റ് കൊടുക്കണം മോശമല്ല നമ്മളിങ്ങനെ കെട്ടു പൊട്ടുവാൻ ചാൻസ് ഉണ്ട് അസ്ബി കാണുന്നുണ്ടാ പൊട്ടുന്ന എടുത്തോ നമ്മൾ പണ്ടിങ്ങനെ വെച്ചിട്ട്
ഐസുവിന് ബുള്ളറ്റിൻ്റെ സൗണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗൈസ്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പണ്ട് നൊസ്റ്റാൾജിയ ചെയ്യുന്നതാണ്. ഇത് കുറച്ച് കാറ്റ് കുറക്കണ്ടേ. എനിക്ക് കഴിക്കാനാവില്ലല്ലോ. കഴിക്കാനാവില്ലല്ലോ എസ് ബി. അപ്പല്ല ഇത് റെഡിയാ. തട്ടുണ്ടെന്നാ പൊട്ടൂല. ഇനി ക്ലോസപ്പ് പിടിക്കാ. കിട്ടുവാ ടച്ച് ചെയ്യണ്ടെന്നാ പൊട്ടൂല. അടുത്ത ബലൂൺ എടുക്ക്. അല്ല വേറെ ബലൂൺ ഡാൻസ് കളിക്കോ? അതാള്ളൂ കഴിഞ്ഞ നോട്ട് ഐസു ബലൂണ്. ഐസുവിന്റെ ബലൂണ് ഞങ്ങൾ പറത്തുകയാണ് ഗൈസ്. ഐസുവിന്റെ ബലൂണ് പറത്തുകയാണ് ഗൈസ്. ഐസു പിടിക്കണ ക്യാച്ച് ചെയ്യണ. അതെന്താ ഇങ്ങോട്ടേക്ക് പറക്കുവേ? ഇങ്ങോട്ടേക്ക് വരുവാ. ഐസു ബാ നമുക്ക് ഇങ്ങനെ പറത്തുന്ന അങ്ങനെ വരും. ഓക്കെ നല്ല ചൂടാണ് ഗൈസ്. അവിടെയും ചൂടാണ്. ഞങ്ങൾ തങ്ങളത്തേക്കാണ്. ഇപ്പം ബലൂൺ വിട്ടാ ഇനി ക്യാച്ച് ചെയ്യണേ. ഓക്കെ ക്യാച്ച്. പിടിക്കടാ. മേലോട്ടേക്ക് ചെയ്യാടേ. ആ സൈക്കിൾ ഓടിച്ചു ഗൈസ്. ഇതാണ് നമ്മളെ ചായ സെറ്റപ്പ്. ചായ ഉണ്ടായാ? ചായ കുടിക്കാൻ കൊറേ സമയം എടുക്കുന്നുണ്ട് തണുപ്പായതുകൊണ്ട്. അങ്ങനെ തിളച്ചാൽ തിരക്കൊന്നുമില്ലല്ലോ. ഷുഗറാ എത്ര സ്പൂണാ? 3 സ്പൂണാ? 3 സ്പൂണൊന്നും ഇല്ല, 2 സ്പൂൺ. ചായ മതി. പോയാ ബലൂണ് പോയി. ഐസുവിന്റെ ബലൂണ് പോയി ഗൈസ്. ഞാൻ പറഞ്ഞിട്ടില്ല അന്നേരം എന്നോട്. എന്നാ ബായ് പറഞ്ഞ വാഹ മക്കളെ. ഐസുവിന്റെ ബലൂണ് പോയി. അതാ ഗൈസ് പോകുന്നതാ ആകാശത്തേക്ക് പോകുന്നത് ഗൈസ്. മക്കളെ ഐസുവിന്റെ ബലൂണ് പോയി. ചായ നല്ല ചായ ടീക്കിൽ ഞാൻ കൊണ്ട് വീണ്ടും ഉണ്ടായിക്കുവേ. അതക്കുന്ന ചായ ഗൈസ്. നല്ല ബിൽഡിങ്ങിൻ്റെ ഡാഡിയിൽ കോർണേഴ്സിൽ ഇരുന്ന് ചായ ഉണ്ടാക്കാണ് ഗൈസു. ഇങ്ങനെ ഡാൻസ് കളിക്കാം. ബാപ്പ പഠിപ്പിച്ച് തന്ന സ്റ്റെപ്പെല്ലാം പോയി. ബാപ്പ ഭയങ്കര ഡാൻസ് പണ്ട അറിഞ്ഞ്. ബൂസ്റ്റ് ചായപ്പൊടി പാല് കണുപ്പൊടി. മോൺ ബോയ് സൈക്കിൾ ഓടിച്ച ഐസു. സ്കൂട്ടർ പോവാ പോകുന്നില്ല. സൈക്കിൾ ഓടിച്ച സൈക്കിൾ ഓടിച്ച അവിടെ കഴിഞ്ഞെടുത്ത് എന്നാ എസ് ബി എടുക്കെടുത്തത് മേലെ ചായ നിളക്കിയ മേലെ എടുക്ക്. എങ്ങനെ മേലെ എടുക്ക്? ഇങ്ങനെയാ? ഇത് തണിയുവേ? ചായ എസ് ബി കടപ്പുറത്ത് നിന്നും ചായ ഉണ്ടാക്കുന്നു. കഴിഞ്ഞതാ? കഴിഞ്ഞ അതല്ലേ ഞാൻ പറഞ്ഞത്. ചായ ഒഴിക്കണം. സുഖല്ലേ? കടുപ്പം കൂടിപ്പോയി. കൂടിപ്പോയാ? ഇതുകൊണ്ടാണ് ചായ തെള്ളിപ്പോന്ന് ഗൈസ്. കാറ്റുള്ളതുകൊണ്ട് സാറില്ല ഇനി മറിച്ചോ. മേലേന്നേ മറിക്ക്. മേലേന്നേ മറിക്കുമ്പോ തെള്ളിപ്പോവും. മറിച്ചോ. തന്നെയാ കുറച്ച് വൈഡാക്കി വെക്ക് ഗ്ലാസ്. അങ്ങോട്ട് വെക്ക് ഗ്ലാസ്. ഗ്ലാസിന്റെ നേരെ വെക്കണ്ട. ട്രൈഫാനെ പുറത്താക്കിട്ട് വെച്ചോ. എന്നാലും പോന്നേ. ഇതിപ്പോ അങ്ങനെ ഒഴിക്കാൻ പറ്റൂല. ഒഴിച്ചോ. ഇതിങ്ങനെ ഒഴിക്കാനാ പറ്റൂ. ആയിക്കോട്ടെ അങ്ങനെ വെച്ചോ. മറിച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. തെള്ളിപ്പോന്നെല്ലാം കാണട്ടെ. ആരാധകർ കാണട്ടെ. ഓഡിയൻസ് കാണട്ടെ. ആൾക്കാർ കാണുമ്പോൾ അതെല്ലാം ഒരു കൗതുകമായി തോന്നൂലേ? നബ്സെല്ലാം വരുന്നുണ്ട് ഓളി. ഗൈസ് ഇത് എൻ്റെ ഓൾ ഉണ്ടാക്കിയ ചായയാണ് ഗൈസ്. എന്ത് ചായയാണ്? ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുക എന്ന് നിങ്ങൾ കുറ്റം പറയുന്നതെന്ന് വിചാരിക്കും. സത്യാവസ്ഥ നിങ്ങൾ അറിയണം. ഇത് കടപ്പുറത്ത് നിന്ന് ഉണ്ടാക്കിയ ചായയാണ്. അപ്പം പാരവും തെന്നിപ്പോവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. നല്ല കാറ്റാണ്. അതൊന്നല്ല ചായ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റ് പോകും. അടുപ്പിച്ച് ചോദിച്ചിട്ട് പോകാനും. പക്ഷെ നമുക്ക് വൈഡായിട്ട് ചോദിച്ചാലേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇനി കൊക്കാറെന്നാ വണ്ടട്ടാ. ഹായ് ഗായ്സ്, നിങ്ങൾ ബുർജ് ഖലീഫിൻ്റെ മുന്നിൽ പോയിട്ട് ഡാൻസ് കളിക്കാം. ഞങ്ങൾ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ തൊട്ട ചായ പെട്ടിക്കട വെച്ച് ചായ ഉണ്ടാക്കി ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആരൊക്കെ വേണമെങ്കിൽ കടന്നു വരും. ഒരു ചായക്ക് 30 റിയാൽ മാത്രം അത് ഉണ്ടാക്കി തരും. ബൂസ്റ്റ് നമ്പർ റിയാൽ അല്ല. ഹിൽട്ടിന് നേരെ തൊട്ട് താഴെ ചായക്കട വെച്ചിട്ടുണ്ട്. ലൈസോ നൂഡിൽസും കൊടുക്കും. നമ്മൾ നൂഡിൽസ് എടുത്ത് കാണിച്ചു കൊടുക്കാം. ഐസോ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും. ചിപ്സും കൊടുക്കൂല. ഇപ്പം ബിരിയാണി പാർസൽ പറഞ്ഞിട്ടുണ്ടാവും വരും. ലാ ഐസോ നൂഡിൽസ് കാണിച്ചു കൊടുക്കും. നൂഡിൽസ് ഉണ്ടാക്കി തരും. നൂഡിൽസ് 100 റിയാൽ കാണിച്ചേ. അതെ നൂഡിൽസ് കാണിച്ചു കൊടുക്കാം. ഐസോ ഇതാണ് നൂഡിൽസ് ഗൈസ് അല്ല. ഓക്കെ നമ്മൾ തണുത്ത കാറ്റിനോടൊപ്പം സുന്ദരിയായ ഭാര്യയോടൊപ്പം ചായ അല്ലേ. ചായ ഫ്രഞ്ച് ഇതാരാ ഒരു ഇംഗ്ലീഷുകാരെ ഹസ്ബീനെ വായി നോക്കുന്ന ഗൈസ്. കുളിക്കുന്നവൻ കുളിക്കുന്ന കേട്ടാ. മീനുണ്ടാ. ഒരു ഇംഗ്ലീഷുകാരൻ കുളിക്കാൻ പോവാണ് ഗൈസ്. നല്ല പാറക്കെട്ടുകൾ കൊണ്ടിറങ്ങി തിരമാലകൾക്ക് അറിയുന്ന കരകൾ. ഹസ്ബി ഇഞ്ഞു ഇറങ്ങിക്കോ അവിടെയല്ല കേട്ടോ. ചങ്ങായി സ്വിമ്മിങ് ചെയ്യുന്നതാണ് ഗൈസ്. സ്വിമ്മ് ചെയ്യുന്നതാണ്. ഭയങ്കര സ്വിമ്മറാന്ന് തോന്നുന്നു. ഇവിടെ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് ഓടുന്നുണ്ട്. ഹസ്ബി കണ്ട് ആസ്വദിക്കുന്നുണ്ട്. കോമഡി ആരത്. ഐസു ഇറങ്ങിക്കോ വെള്ളത്തിൽ. ഇറങ്ങിക്കോ ഞാനും വരാം. നമുക്ക് വെള്ളത്തിൽ നിന്ന് കളിക്കാമല്ലോ. തിരമാല എന്നെ ഇഞ്ഞു ഇറങ്ങിക്കോ ഹസ്ബിയോട്. ഇറങ്ങിക്കോ ചെല്ലൻ. പക്ഷികളുണ്ട് ഗൈസ്. ഭക്ഷണങ്ങൾ തേടി വരുന്ന പക്ഷികളും മൈനകള് ഉണ്ട് ഗൈസ്. വണ്ടിയിൽ വെച്ചേക്ക് വേണേ വന്നാ അല്ല വേണ്ട അവിടെ നോട്ടെ. അല്ല അവിടെ നോട്ടെ. ഇവിടെ വെക്കുന്ന ഒന്ന് റെഡിയാക്കി വെക്കുന്ന നെൽറ്റിന്റെ നേരെ തട്ടുകട നടത്തി. ആർക്ക് വേണമെങ്കിൽ ചായക്കൊക്കെ വരാം ഗൈസ്. ഹിൽട്ടൺ ഹോട്ടൽ നേരെ ചായയാണ്. ചായയാണ് ഞങ്ങൾ തട്ടുകട ഇന്നത്തെ. ഇരുടായിട്ടൊന്നും പോണ്ട. ട്യൂഷൻ ഒഴിവാക്കണം അല്ലേ. ഓക്കെ ഓക്കെ അവിടെ ഇരിക്കാം. രസാ വെയിലത്തിരിക്കുമ്പോ രസായിരിക്കും. നല്ല വെയിലായില്ലേ ഇവിടെ. നടന്നോ. ഇതാണ് ഗൈസ് കോർണിഷ്. ഇഷ്ടംമാതിരി വണ്ടികളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഫുള്ളാവും. ഒരു ഫാമിലി അവിടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. നല്ല അടിപൊളി വൈവാണ് ഗൈസ്. നല്ല നീല കളർ പച്ച കളർ. ഇവിടെ ഫുള്ള് മീൻ കൊടുത്താണ്. നൈസും കടൽ വെള്ളത്തിലേക്ക് ഇറങ്ങി. എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ? ഇതാ ചോദിക്കാനുള്ളൂ. ഐസു കാലോന്റെ ചെരുപ്പ് ഷൂ പെയിന്റ് പൊന്തിച്ചു കൊടുക്ക. ഹസ്ബി പെയിന്റ് പൊന്തിച്ചു കൊടുക്ക്. നല്ലോണം പൊന്തിച്ചു. മുട്ടോളോ ഏതോ ഒരു ഫോണൊക്കെ നോക്കി ആസ്വദിക്കുന്നു. നല്ല തണുപ്പുണ്ട്. ആഹാ പക്ഷി മീൻ പിടിക്കാൻ വന്നിട്ട് ഗൈസ്. ഐസോ അടിപൊളിയാ. ഐസ് ചെരുപ്പ് ചവിട്ടിക്കോ കാല് മുറിയൂ. ആണ് സംഭവം ഗൈസ്. നല്ലൊരു 6 പാക്ക് വയ്യം വരുന്നുണ്ട് നാട്ടിനെത്തി. ഇവിടെ മുന്നേ വന്ന് വീഡിയോ ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ നോട്ടീസ് ചെയ്തതാണ് ഇവിടെ വരണം. രണ്ടാൾ മീൻ പിടിക്കാണ് ഗൈസ്. അടിപൊളിയിൽ. Just want to see, that's it. Can I take the video? No problem. Thank you. It's prawns? It's shrimp. Shrimp. നല്ല എക്യുപ്മെന്റ്സ് എല്ലാം ആയിട്ട് മീൻ പിടിക്കാണ് ഗൈസ്.
സംഭവങ്ങളെല്ലാം ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നാണല്ലോ. വേറൊരാൾ നട്ടാറുണ്ട്, ഒരാൾ അടിപൊളി മീൻ പിടിക്കുന്നു സ്റ്റൈലിഷ് ആയിട്ട്. നോക്കാം. വീഡിയോ എടുക്കുമ്പോൾ കുഴപ്പമുണ്ടാ? വലിയ മീനെല്ലാം കിട്ടും. നിങ്ങളെ ബാക്കിൽ നിന്ന് നിങ്ങളെ കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. You got anything? Yeah. Can I see? If you don't mind. Thank you so much. നല്ല അടിപൊളി മീനെല്ലാം കിട്ടിയ. What's your name? Sea bream. Sea bream? Yep. This is the one, the color sea bream? Something dark, right? No, sea bream. It's all you got it from here? Yeah. Wow, that's good. Enjoy. ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കാണ് ഗൈസ്. പതുക്കെ മീനെ പിടിക്കുന്നുണ്ട്. നീ മീനെ പിടിക്കുന്നുണ്ടോ? എങ്ങനെ പിടിക്കുക? ചൂണ്ടയില്ലാലോ. ചൂണ്ടയില്ലാലോ. ചൂണ്ടയില്ലാലോ എനിക്ക് മീൻ പിടിക്കുവേന്ന്. കിട്ടി. ഐസ് മീൻ വരുന്നതാ. ഇല്ല പാറ്റിച്ചാങ്കള്. അങ്ങനെ ഫിഷിങ്ങിന് പറ്റിയ സ്പോട്ടാണ് ഗൈസ്. ചുറ്റും വട്ടത്തിലിരുന്ന് മീൻ പിടിക്കാം. നടുവിൽ മീനുകൾക്ക് കയറി വരാൻ വേണ്ടിയിട്ടൊരു സംഭവം ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഇരുന്ന വൈബ് കാറ്റും കൊള്ളാം. കാറിരുന്ന് ആസ്വദിക്കാണ് ഗൈസ്. വിശന്ന് വലിഞ്ഞ രണ്ട് മൈനകൾ ഡ്രമ്മിലേക്ക് അഴന്തി നോക്കുന്നതും ഒരു മൈനയിൽ ഇറങ്ങിയ കാഴ്ചകളുമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം മൈനയിൽ നിന്നും പറക്കുന്നത് കാണാം. അതിൻ്റെ പൊണ്ടാട്ടിയുണ്ട്. അതിന് മെസ്സേജ് കൊടുക്കുകയാണ് ഗൈസ്. പോയി കണ്ട, ഇതിൽ നിന്നാണെന്നാണ് കണ്ട, വേസ്റ്റാണ് എന്ന് ഫുഡ് എടുക്കാൻ നോക്കിയതാണ് ഗൈസ്. എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു ഭക്ഷണം ചാടാൻ പാടില്ല, അരികൾ ചാടാൻ പാടില്ല, കളയാൻ പാടില്ല. പക്ഷെ അതൊക്കെ കളഞ്ഞു കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ പ്രാണികളൊക്കെ ഭക്ഷണം കിട്ടും. ഇതൊക്കെ ഇത് നോക്കി വരികയാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഭക്ഷണം പായാവും എന്നുള്ള പേടി വേണ്ട. അതൊക്കെ നമുക്ക് ദാനധർമ്മത്തിലുള്ള കൂലി കിട്ടും ഗൈസ്. നിങ്ങൾ കളയുന്നതുകൊണ്ടൊന്നും പേടിക്കാതെ കളയൂ. കഴിച്ചിട്ട് പോയ കോണും കുബൂസൊക്കെയാണത്. അത് തേടിയിട്ടാണ് ഇവരൊക്കെ വരുന്നത്. നമ്മൾ കളയുന്ന ഭക്ഷണം ഇതുപോലെ നല്ലൊരു സ്ഥലത്ത് മുട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കഴിക്കാം. അടിപൊളി വൈവാന്നല്ലോ. പൊളി. നമ്മള് ജിമ്മിലെല്ലാം പോയിട്ട് ഐസ് ബാത്തെല്ലാം ചെയ്യും. ഇതൊന്നും ആവശ്യം ഇവിടെയില്ല. എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ പൊളിക്കും. എന്തേ പൊള്ളി കേട്ടാ വൈബ്. ഇതാണ് ഈത്തപ്പന മരം, പൈസ വരിക്കുന്ന മരം ഗൈസ്. ഹായ് ഗൈസ്. ഇവിടെ ഒരു സംഭവം കാണിച്ചിട്ടെ. എന്താണെന്ന് മനസ്സിലായ? മൈക്രോ ലെൻസ് ഓൺ ആവും. ഇതാണ് ഒച്ച് ഗൈസ്. എന്തോന്ന് ഒച്ചിനെ കാണുന്നുണ്ട്. ഒച്ചിൻ്റെ കൂട്ടമായിട്ട് ഒച്ചുകളുണ്ട് ഇവിടെ. എൻ്റെ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ പെച്ചിപ്പിരിക്കുകയാണ്. സംഭവങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട്. എന്താ ഒച്ച് അടിപൊളി. എത്തവിടെ? ഞാൻ ഒച്ച് ഗൈസ്. എന്താ
ഗൈസ് ഒച്ച് കല്ലുമ്മക്കായി കിടക്കുക എന്നെല്ലാം പറയുന്ന പോലെ ഒച്ചാണ് ഗൈസ്. ഇത് ഒച്ച് ജീവനുണ്ട്. ഇരുന്നാലേ കസേര എടുത്തിട്ട് കസേര ഇട്ടിട്ട് കാല് വെള്ളത്തിലിട്ടിരിക്കണം. എന്ത് വൈബാവുന്നു. ഇവിടെ കാറ്റുമില്ല, പുള്ളി നല്ല വൈബ്. മാണവേം വന്നോ. ഇതാണ് ഗൈസ് ഒച്ചകളുടെ കൂട്ടം. വെള്ളത്തിലിരിക്കാൻ വിചാരിച്ചു ഗൈസ്. കുളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഗൈസ്. അങ്ങനെ കസേര എടുത്ത് വരുന്ന സീനാണ്. ഇവിടെ ഇരിക്കണോ അല്ല ഇവിടെ 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 ഇരി. ഇത് നല്ല വൈബ്. വെയിലത്ത് പോണ്ട. ഹായ് ഗൈസ്, ഇത് വേറൊരു വൈബാണ്. അധികം അങ്ങ് പോണ്ട ഗൈസോ. ആ പൊളിച്ചോ, ഒന്നുമില്ല, കുടിച്ചോ. നല്ല വൈബാണ് ഗൈസ്. വെള്ളത്തിൽ ഇങ്ങനെ കസേര ഇട്ടിരിക്കുക. ചെരുപ്പ് പോയി. ചെരുപ്പ് കഴിച്ചിട്ടെന്നാല് ചെരുപ്പ് കഴിച്ചിട്ടിട്ട് ഇവിടെ കാല് വെക്കാനാണ് വൈബ് ഗൈസ്. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കസേരയും വെച്ച് കാലും നനച്ചിട്ട് ഫിഷ് ഫാ വരും. കടലിൽ നിന്ന് ഡോൾഫിനൊക്കെ വന്നിട്ട് കാലൊക്കെ ക്ലീൻ ചെയ്ത് തരും അല്ലേ ഹസ്ബി? ഹസ്ബി എന്താ ഇത് വെള്ളത്തിൽ പോയി ഷെൽ ഫിഷ് എന്ന് പറയും കേട്ടാ. നമ്മൾ തിന്നു ഇടക്ക് കടക്കാടുക്കാന്ന് എന്നാ പറയാ, കക്കയാ അല്ലത്? വേറെ കടലിൻ്റെവും കരയുടെ നടുക്കായി നിങ്ങൾ ആസ്വദിക്കാനും നല്ല വൈബാണ്. നല്ലൊരു കാലാവസ്ഥ, മൈൻഡ് ഫ്രഷ്, തിരമാല, പുളി വൈബാണ് ഗൈസ്. നിങ്ങൾക്ക് വീക്കെൻഡ് ലീവ് ഉണ്ടെങ്കിൽ വരുള്ളൂ. ബഹ്റൈനിൽ പോകണമെന്ന് വിചാരിച്ചതെല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്നാണ്. പക്ഷെ വൈബ് പൊളിച്ച് ഗൈസോ. ഐസു കുളിക്കടാ. കടലിന്റെ നടുവിൽ ഇരിക്കുന്ന ഐസു ഇങ്ങനെ കുളിക്കുന്നു. അസ്ബി ഇവിടുന്ന് കടുക്ക പൊറുക്കുന്നു. ഫുള്ള് വൈബ് കണ്ട. കടുക്ക മീന് കടൽക്കരയിൽ ഇങ്ങനെ കാല് വെള്ളവും നനച്ച് നല്ല പീസ്ഫുള്ളായി വൈബിൽ ഇങ്ങനെ ഇരിക്കുക. മോന് ഇവിടുന്ന് കുളിക്കുക. ഓള് ഇവിടുന്ന് കടുത്ത് ചെല്ലുമുക്കായാലും പറിച്ച് പൊറുക്കി ക്ലീൻ ആക്കുകയാണ് ഗൈസ്. ഉച്ചക്ക് ലഞ്ചിനുള്ള പരിപാടിയാണ്. ശംഖ് കാണിച്ച അസ്ബി, ശംഖും മീനല്ലോ ജീവനുണ്ട്. ജീവനുള്ളതാ പൊട്ടത്തി. അതിനെ ഇനി കൊല്ലുന്നേ. ചത്തൂല. അക്യോരത്തിലുണ്ട് വരും, വെള്ളത്തിലുണ്ട് വരും. നോക്കാം ആണ്. ഇനി ഉച്ചക്ക് ഇവിടുന്ന് ലഞ്ച് ആക്കുന്നല്ലേ, ക്ലീൻ ആക്കി എടുത്ത് റെഡി ആക്കി. ഇതാ നടക്കോ. ഇവിടുന്ന് ഓടുവാനൊന്നും പറ്റൂല കടയിലുള്ള. സ്ബി തെര പിടിച്ചു നോക്ക്. തെര തെര നീ കുളിക്കുന്നില്ല? മുങ്ങ്, ഇവിടെ മുങ്ങ്. ഇവിടെ 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 കുറച്ച് മുന്നോട്ട്. ഇത് മുന്നോട്ട് അങ്ങ് കുളിച്ചോ. ഇനി തോർത്തെടുത്ത് കസ്ബി. ആ വണ്ടിയിലുണ്ടല്ല എൻ്റെ ജിമ്മിൻ്റെ അവിടെ കുളിച്ചയച്ചു. തോർത്തിൻ്റെ വണ്ടിയിൽ കിടന്നോടാ. കിടന്നോ കിടന്നോ. വെള്ളം തെറിപ്പിച്ചേ. ആ തെറിപ്പിച്ചോ. ചൂടാതെ നമുക്ക് മുങ്ങിയ ബാലൻസ് ബാലൻസ്. ഒന്നുമില്ല 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 ഒന്നുമില്ല. വീണതാ. ഒന്നുമില്ല. ഐസ് കുളിച്ചേ. ഐസ് കുളിച്ച്. നാ ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പ്. നാ ചേട്ടിൽ വെള്ളം കരിക്കാം. ഞാൻ ഉന്തിട്ടൊന്നല്ല, ഒമ്പ് വീണതാ. കുളിച്ചോ കുളിച്ചോ. നല്ല കുളിച്ചോ. ചെല്ലേ അസ്ബി ഒന്ന് കടലിൽ ഇറങ്ങി. ഇറങ്ങിന്നേ ചെരുപ്പ് എന്റെ ചട്ടിക്കോ. കടൽക്കരയെ നോക്ക്. എന്റെ കൈ പിടിച്ചിട്ട് വീഡിയോ ചെയ്യണം ഗൈസ്. ഇല്ലാണ്ട് ചെരുപ്പിയായിട്ടല്ല. ചെരുപ്പിയാകുമ്പോ താങ്ങി തെന്നിപ്പോന്നണ്ട. ആ ഉപ്പ് വെള്ള പൊട്ട ടേസ്റ്റ്. ഒരു ഉപ്പ് വെള്ളം ഉണ്ടാവോ കടൽ വെള്ളത്തിന്? ഇട്ടാ സോൾട്ട് വാട്ടർ ആയിരുന്നു ഗൈസ്. ഞണ്ട് ഗൈസ്. ഞണ്ടിന്റെ ഇതായിട്ടുള്ളൂ, കയ്യായിട്ടുള്ളൂ. അങ്ങോട്ട് പോയാൽ ഇറുക്കും.
കടലിലോട്ട് തിരിഞ്ഞ് നിന്നൊരു ഫോട്ടോ എടുത്താൽ ലക്ഷ്മി. യെസ്, കടലിലോട്ട് ഇരുന്നോന്ന്. ഇല്ല, ഇരുന്നാ വരൂല, വെള്ളം ബായ ഇങ്ങോട്ടാ കാണുന്നായി. ഇരുന്നടാ. ഞണ്ടുണ്ട്, ഐസിനെ പിടിക്കാൻ ഞണ്ട്. ഇല്ല ഇല്ല, പിടിക്കുവൊന്നുമില്ല. നെഫ്സ ഇവിടെ ഞണ്ടുണ്ട് കേട്ടാ. എല്ലാം ഞണ്ട് പിടിക്കാറെ. കടല് അത് നോക്കല്ലേ, വൈറലാവും. വാച്ച് അവർ വണ്ടിയ എടുത്ത് ഞണ്ട്. ഇതാ എടാ, ഇതാ കല്ലിന്റെ എടിയാ ഞണ്ട്, എടിയാ ഞണ്ട്, എടിയാ ഞണ്ടുള്ള നീ. അല്ലെങ്കിൽ തന്നെ പഠിക്കുന്നുണ്ടേ. സാൾട്ട് ടേസ്റ്റ് അല്ലേ, അടിപൊളിയല്ലേ? ആരാ കസേര എല്ലാം മറിച്ചിട്ട് ഞാൻ പോകുമ്പോ അത് നേരെ ഐസുവിന്റെ ചെരുപ്പ് പോയി. അവിടെ ഇരിക്ക ഐസ്, കിടക്ക് കിടക്ക് കിടക്ക്, തിരിഞ്ഞു കിടക്ക്. അങ്ങനെയല്ല അത് ഇടുക, ഇങ്ങനല്ല. ഷോൾഡറിന്റെ മുകളിട്ടടി. ഇനി മുന്നോട്ട് നടന്നു പോടാ ഐസു. അതിന്റെ അതിന്റെ മുകളിൽ ഇരിക്കലല്ലടാ, ഇതിങ്ങനെ പൊന്തിച്ചിരിച്ച് ഇതിങ്ങനെ നിലത്തിരിക്കും. ഇതിന്റെ മുകളിൽ ഇരിക്കറേ. ഞാൻ ഇരിക്കുക കടലില് കസേര ഇട്ടിട്ട് വീഡിയോസ്. കൈ പൊന്തിക്ക്. എന്നിട്ട് അവിടെ ഇരുന്നോ, നിലത്തിരുന്നോ. കടൽ ഇതാണ്, കര ഇതാണ്, നമ്മളുള്ളത് ഇവിടെ. കസേരയൊക്കെ വെച്ച് ഇതാണ് പണ്ടത്തെ പായ്ക്കപ്പൽ ഗൈസ്. പായ്ക്കപ്പലാണിത്. കാട് പോലുള്ള നല്ല അടിപൊളി സ്ഥലം. ഒളിമ്പിക്സിന്റെ ടൈമിൽ ഉണ്ടാക്കിയത് ഇവിടെ. ഇപ്പൊ നല്ല വൈബാ. ഉള്ള കാട്, മേലെ പാർക്കെല്ലാണ്. നല്ല ചുമരിന്റെ മുകളിലും ഫ്ലവേഴ്സ് എല്ലാം ആയിട്ട് പുള്ളി വൈബാട്ടോ.